Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ സാനിറ്ററി കെമിസ്റ്റിന്റെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്റഗറി നമ്പർ നോക്കിക്കേ 127/2023 ആണ് വരുന്നത്. എക്സാം ഡേറ്റ് എന്നാണ് നമ്മുടെ 13-നാണ് കേട്ടോ. ജൂൺ മാസം 13-ാം തീയതിയാണ് ഒരു വ്യാഴാഴ്ചയാണ് നമ്മുടെ എക്സാം വരുന്നത്. മോർണിംഗ് ടൈമിലാണ് 7:15 മുതൽ 9:15 വരെയാണ് എക്സാം വരുന്നത്. 1.5 മണിക്കൂറാണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ പ്രിയോർ ആയിട്ട് നമ്മുടെ എക്സാം സെന്ററിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. മറക്കാതെ ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒട്ടും വൈകാതെ നിങ്ങളുടെ കേരള PSC പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് മുൻപിൽ വെച്ച് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇനി നമുക്ക് അധികം സമയമില്ല. ഏകദേശം 10 ദിവസമൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്. 13-നാണ് നമ്മുടെ എക്സാം അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാനിറ്ററി കെമിസ്ട്രിയുടെ കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി അടങ്ങുന്ന നമ്മുടെ സിലബസ് പഠിച്ചു തീർക്കാനായിട്ടൊരു റിവിഷൻ പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഉടനെ തന്നെ നമ്മൾ റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റിന്റെ ഫൈനൽ പ്രിപ്പറേഷൻ നിങ്ങളുടെ മാറ്റുകൂട്ടുന്നതിനായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. ഒന്നല്ല 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണുള്ളത്? കെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, അതുപോലെ ബയോകെമിസ്ട്രി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ MCQs ഉണ്ടായിരിക്കുക. മാത്രമല്ല വെയിറ്റേജ് എങ്ങനെയാണോ വരുന്നത്, എത്ര മാർക്കിലാണോ ആ ഒരു പോർഷൻ ഉള്ളത്, അതനുസരിച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻസേഴ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസും ഉണ്ടായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് എക്സാം എക്സ്പീരിയൻസ് ആയിരിക്കും. കേരള PSCയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 2 മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ മോക്ക് ടെസ്റ്റും, ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മുടെ സിലബസിന്റെ അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്ത് റിവിഷൻസ് ഒക്കെ ചെയ്ത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അറ്റൻഡ് ചെയ്ത് അതിനുശേഷം നമ്മുടെ തെറ്റുകൾ തിരുത്തി അടുത്ത മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൂടെ നമ്മുടെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നല്ല 2 എക്സാംസ് എക്സ്പീരിയൻസ് ചെയ്യാം. ആദ്യത്തെ എക്സാമിൽ നിങ്ങളുടെ പോരായ്മകൾ തിരുത്തി, തെറ്റുകൾ തിരുത്തി പഠിച്ച് അടുത്തൊരു ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട് മോക്ക് ടെസ്റ്റുകൾ ഉപകാരപ്പെടുത്തിയെന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങളുടെ സജഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ക്ലാസ്സുകൾ. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.